ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്ര സർക്കാർ സമ്മേളനം ഈ മാസം 21-ന് ആരംഭിക്കും. ജമ്മുകശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമായി തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടനാ സമാധാന പാലകർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നീതി ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. അതിർത്തി മേഖലയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം. ഈ മാസം 21 മുതൽ അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. ജമ്മു കശ്മീരിന്റെ ടൂറിസം സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മതപരമായ ഭിന്നത സൃഷ്ടിക്കാനുമായി പഹൽഗാമിൽ മനഃപൂർവ്വം ഭീകരാക്രമണം നടത്തുകയായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയിലെ ടിയാൻജിനിൽ നടന്ന SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദം, വിഘടനവാദം എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ജമ്മു കശ്മീർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമായി തുടരുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം മൂലം ഇന്ത്യൻ സൈന്യത്തിനോ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾക്കോ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ന്യൂഡൽഹിയിൽ ആളില്ലാ വ്യോമവിമാനം, തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസരത്തിൽ വ്യക്തമായതായി ജനറൽ ചൌഹാൻ പറഞ്ഞു. Let's return to Atmanirbharta, both this drones and counter-UAS systems. Operation Sindoor has showed us as to why indigenously developed UAS systems and counter-UAS systems built for our terrain and our needs are crucial. We cannot rely on imported niche technology that are crucial for our offensive and defensive missions. We must invent and build and safeguard ourselves. ഐക്യരാഷ്ട്ര സംഘടനാ സമാധാന പാലകർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നീതി ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. അപകടകരമായ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ സമാധാന പാലകർ ഗുരുതരമായ ഭീഷണികൾ നേരിടുന്നു. എന്നാൽ അവർക്കെതിരായ മിക്ക കുറ്റകൃത്യങ്ങളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് നേടുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികതയും മതവും ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് സുപ്രീം കോടതി. ഇത്തരം പ്രവണതകൾ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹദുൽ മുസ്ലിമീനിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. റൂട്ട് മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും സന്നിഹിതരായിരുന്നവർ എത്രയും പെട്ടെന്ന് നിപ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. നിലവിൽ നിപ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഇതിനു പുറമെ മസ്തിഷ്ക ജ്വരം ബാധിച്ചെത്തുന്നവരുടെ സാമ്പിളുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. കോയമ്പത്തൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചാവടി ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ 24 മണിക്കൂറും പരിശോധന ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ദേശീയപാത ഭാഗികമായി അടച്ചിട്ട് കേരളത്തിൽ നിന്നെത്തുന്ന മുഴുവൻ യാത്രക്കാരെയും പരിശോധിച്ച ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്. വാളയാറിന് പുറമെ മീനാക്ഷിപുരം, ഗോവിന്ദാപുരം, വേലന്താവളം, ഗോപാലപുരം, ആനക്കട്ടി തുടങ്ങിയ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ശരീരോഷ്മാവും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് തുടർ യാത്ര അനുവദിക്കുന്നത്. പനിയോ മറ്റു രോഗങ്ങളോ ഉള്ളവർ യാത്ര ഒഴിവാക്കണമെന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആശുപത്രികളിലേക്കും പോകുന്നവർ രേഖകൾ സൂക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിലെ 450 ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന പദ്ധതിയുടെ ചുമതല കോട്ടയം IITക്കാണ്. കേരളത്തിൽ ഭൂമി സംബന്ധമായ 14 വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് ലഭ്യമാക്കാനുള്ള നടപടികൾ നവംബറിൽ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതരില്ലാത്ത കേരളം കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യം ഇന്ന് നിർമ്മിത ബുദ്ധി അഭിനന്ദന ദിനമായി ആചരിക്കുന്നു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI-യുടെ പങ്ക് തിരിച്ചറിഞ്ഞ് അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് ഈ രംഗത്തെ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്കിൽ ഇന്ത്യ AI പോർട്ടൽ, നാഷണൽ AI സ്കില്ലിംഗ് പ്രോഗ്രാം, AI യൂത്ത് ബൂട്ട് ക്യാമ്പ് തുടങ്ങി നിരവധി സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 25 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ഝാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിൽ കാശിതാണ്ട് വനമേഖലയിൽ പോലീസും നക്സലൈറ്റുകളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. ഏറ്റുമുട്ടലിൽ കോബ്ര ബറ്റാലിയനിലെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. തലയ്ക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച നക്സലൈറ്റ് കൂൻവർ മാഞ്ചിയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സമോസ, ജിലേബി, ലഡു തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മുന്നറിയിപ്പ് ലേബലുകൾ നൽകാൻ നിർദ്ദേശിച്ചതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി പുറപ്പെടുവിച്ച പ്രത്യേക നിർദ്ദേശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിലെ സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെ ഇത് ബാധിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. സതാംപ്ടണിലെ റോസ് ബൌൾ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30-നാണ് മത്സരം. പരമ്പരയിലെ രണ്ടാം മത്സരം ഈ മാസം 19-ന് നടക്കും. നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജസ്ഥാൻ, രാജ്യത്തിന്റെ കിഴക്കൻ മേഖല തുടങ്ങിയ ഇടങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഝാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം, റായലസീമ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നാളെ വരെ ചൂട് തുടരുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇറാനിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇറാനിലെ ഇന്ത്യൻ എംബസി. മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്താണ് നിർദ്ദേശം. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് നിലവിൽ ലഭ്യമായ വിമാന ഫെറി സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും എംബസി അറിയിച്ചു. അമേരിക്കയും ഇന്തോനേഷ്യയും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച വ്യാപാര കരാറിന് സമാനമായ രീതിയിലാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പ്രകാരം US ഉൽപ്പന്നങ്ങൾ ഇന്തോനേഷ്യയിൽ താരിഫ് രഹിതമായി ഇറക്കുമതി ചെയ്യാം. അതേസമയം USലേക്കുള്ള ഇന്തോനേഷ്യൻ കയറ്റുമതിക്ക് 19% താരിഫാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുമായും അടിസ്ഥാനപരമായി ഇതേ നിബന്ധനകളാണുള്ളതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് USുമായി വ്യാപാര കരാറിലെത്താൻ ഓഗസ്റ്റ് 1 വരെയാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിവേഗത്തിലുള്ള ഡിജിറ്റലൈസേഷൻ നടക്കുന്ന ലോകത്ത് പണം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കൂടുന്നതായി വ്യക്തമാക്കി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇത്തരത്തിൽ പണം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഭീകര ധനസഹായ നിരീക്ഷണ ഏജൻസിയായ FATF പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. സമ്മേളനം ഈ മാസം 21-ന് ആരംഭിക്കും. ജമ്മുകശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമായി തുടരുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടന സമാധാന പാലകർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നീതി ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ.
പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. അതിർത്തി മേഖലയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.